കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കണ്ണൂർ സംഗമുദ്രയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കല്യാണ പന്തലിലേക്ക് പോകുന്നത് സ്റ്റേജിൽ നിന്നാണ്. അതെ അതെ, അത് കുടുംബത്തിൽ ഒരാൾ പോലും കലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സിനിമയിൽ സംവിധായകൻ എന്നൊരു പോസ്റ്റ് ഉണ്ട് എന്ന് എൻ്റെ അച്ഛനും അമ്മക്കും ഒന്നും അറിയില്ലായിരുന്നു. സ്നേഹവും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന പച്ച മനസ്സിനെ മൂടി വെച്ചുകൊണ്ട് സൈനിക വേഷത്തിൻ്റെ പുറംചട്ടയണിഞ്ഞുകൊണ്ട് കളിക്കുന്ന കോമാളി നാടകം. പത്തായപ്പുരകളിൽ മിച്ചം വരുന്ന നെല്ലും ഗോതമ്പും കടലൊഴുക്കിയിട്ട് നാട്ടിൻപുഴങ്ങളിൽ പട്ടിണി കൊണ്ട് നരങ്ങിക്കുന്ന മനുഷ്യക്കോലങ്ങളുടെ മുഖത്ത് നോക്കി ദേശസ്നേഹം പ്രസംഗിക്കുന്ന മേനികൊഴുത്ത തമ്പുരാക്കന്മാർ വിളമ്പിത്തരുന്ന വലിയ തമാശ ആസ്വദിക്കണം. ഈ ഗതികെട്ട തമാശകളൊക്കെ ആസ്വദിക്കാൻ കഴിയില്ലെങ്കിൽ ജീവിക്കാനുള്ള എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ച് തമ്പുരാൻ്റെ ഉടപാടിന് മുമ്പിൽ കഴുത്ത് നീട്ടി അങ്ങ് നിന്നുകൊടുക്കണം. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള പെരുവമ്പറമ്പ് ഇക്കോ പാർക്കിലാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥിയുണ്ട്. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാറിൻ്റെ മലയോരത്തിൻ്റെ കലാകാരൻ. ഏകദേശം 600ഓളം വേദികളിൽ നാടകങ്ങളിൽ അഭിനയിച്ച വ്യക്തി. അതോടൊപ്പം തന്നെ 1948 എന്ന് പറയുന്ന സിനിമ, മാക്കോട്ടൻ എന്ന് പറയുന്ന സിനിമ, മാജിക് മൊമെൻറ്റ്, അങ്ങനെ 3 സിനിമകൾ സംവിധാനം ചെയ്തു. ഇപ്പോൾ 4ാമത്തെ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി അതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു കലാകാരനെയാണ് ഇന്ന് ട്രൂ മീഡിയയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, രാജീവ് നടുവനാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ ഞാൻ ട്രൂ മീഡിയ ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. കിളച്ചിട്ട് വേരുന്നു ചിന്തിട്ട് ചൂളയിൽ വെക്കടി കുഞ്ഞിപ്പെണ്ണെ. കപ്പ കിളച്ചിട്ട് വേരുന്നു ചിന്തിട്ട് ചൂളയിൽ വെക്കടി കുഞ്ഞിപ്പെണ്ണെ. ഓണക്ക് ചുട്ടതും കാന്താരിച്ചാറതും നാവിലി വെക്കടി കുഞ്ഞിപ്പെണ്ണെ. കപ്പ കിളച്ചിട്ട് വേരുന്നു ചിന്തിട്ട് ചൂളയിൽ വെക്കടി കുഞ്ഞിപ്പെണ്ണെ. ഓണക്ക് ചുട്ടതും കാന്താരിച്ചാറതും നമ്മുടെ ഈ അഭിനയ ജീവിതവും അതോടൊപ്പം തന്നെ ഈ കലാരംഗത്തേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനും നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ ഒരു അഭിനയ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പ്? അഭിനയം 12 വയസ്സ് തുടങ്ങിയതാണ്. 12ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് നടുവനാട് വിഭജിക്ക ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വരുന്നത്. അതിനുശേഷം കുട്ടികളുടെ നാടകം ഉണ്ടല്ലോ, ആ കുട്ടികളുടെ നാടകത്തിലൂടെ ആണ് പിന്നെ തെരുവ് നാടകങ്ങൾ, പിന്നെ കണ്ണൂർ സംഗമുദ്രയിൽ കുറച്ച് നാടകങ്ങൾ, പിന്നെ പുരളി ആർട്സ്, അങ്ങനെയുള്ള കുറച്ച് ടീമുകളിലും നാടകത്തിൽ അഭിനയിച്ചു. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ സ്കൂൾ യുവജനോത്സവം ഉണ്ടല്ലോ, ചാവശ്ശേരി ഹൈസ്കൂളിലാണ്. അന്ന് ഹൈസ്കൂളായിരുന്നു, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇരിട്ടി സബ് ജില്ലയാണോ അല്ലെങ്കിൽ മട്ടന്നൂർ? ഇരിട്ടി സബ് ജില്ല. അപ്പോൾ ചാവശ്ശേരി സ്കൂളിലെ നാടകത്തിൽ അഭിനയിക്കുകയും ആ നാടകത്തിന് പിന്നെ 1ാം സ്ഥാനം നേടുകയും അതിലെ നാടകത്തിൽ തന്നെ എനിക്ക് മികച്ച നടൻ എന്ന ഒരു അവാർഡും കൂടി കിട്ടിയപ്പോൾ എന്നിൽ ഞാൻ അന്നേരം 10ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു അഭിനേതാവ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയും അത് അധ്യാപകർ നേരിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം. ആ സന്തോഷത്തിൻ്റെ പുറത്താണ് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു. അതെ. അപ്പോൾ ആ ആഗ്രഹം വളർന്നു. പക്ഷേ ഇന്നത്തെ കാലത്തിനേക്കാളപ്പുറം ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഏകദേശം 10-30 വർഷങ്ങൾക്ക് പിറകിലുള്ളതാണ്. അപ്പോൾ മട്ടന്നൂർ, ഇരിട്ടി, പ്രത്യേകിച്ച് കണ്ണൂർ പോലും ഷൂട്ടിങ്ങുകളില്ലാത്തൊരു കാലം. പിന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല. പത്രം, റേഡിയോ, 1-2 ചാനലുകൾ, ഏഷ്യനെറ്റ്, സൂര്യ, പിന്നെ
എന്താ സർക്കാരിൻ്റെ DD ദൂരദർശൻ, ഇത് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്താണ്. അപ്പം നമുക്കൊന്നും പ്ലാറ്റ്ഫോമുകളില്ല, പിന്നെ അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ അവസരമില്ല. അങ്ങനെ അവസരങ്ങൾ തേടി 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 ഉള്ള യാത്രയായിരുന്നു. ആ യാത്രയിൽ ഇപ്പോൾ അതെ 4ാമത്തെ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 3 സിനിമ കഴിഞ്ഞു. 1948 കാലം പറഞ്ഞത്. അത് ആദ്യ സിനിമയുടെ തന്നെ ഒരു പ്രത്യേകത, ഒരുപാട് ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസ് ആയിരുന്നു അതിൻ്റെ പിറകിൽ. മോഹൻ സിതാര, മ്യൂസിക് മോഹൻ സിതാര, പിന്നെ പാട്ട് പാടിക്കുന്നത് P. ജയചന്ദ്രൻ മാർക്കോസ്, പിന്നെ ഇതിൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത് പിന്നെ അങ്ങനെ എല്ലാ ആൾക്കാരും ടാലൻറ്റഡ് ആയിട്ടുള്ള മാഫിയ ശശി, പട്ടൺ റഷീദ്, ഇന്ദ്രൻസ് ജയൻ, അങ്ങനെയുള്ള ഒരു പറ്റം ലെജൻഡായിട്ടുള്ള കലാകാരന്മാരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ആദ്യ സിനിമയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ അതിനു വേണ്ടി നമ്മുടെ നാട്ടുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത. അപ്പോൾ അവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, പലതരത്തിലും സാമ്പത്തികമായിട്ടും പിന്നെ ശാരീരികമായിട്ടും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ആ സിനിമ പുറത്തിറങ്ങി. സായികുമാർ, ബാല, ദേവൻ, ശ്രീതിരവി, അനൂചന്ദ്രൻ, പ്രേംകുമാർ, അങ്ങനെ ഒരു പിടി ആർട്ടിസ്റ്റുകളും പിന്നെ നാട്ടിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് എനിക്ക് തോന്നുന്നു, ഞാനന്ന് തോന്നുന്നു. 1948 കാലം പറഞ്ഞതിലൂടെ. അതെ, അതിലുണ്ട്. പിന്നെ മാക്കോട്ടനിലും ബിജുക്കുട്ടനും ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ബിജുക്കുട്ടനും ശിവദാസ് മട്ടന്നൂരും ഒഴികെ എല്ലാം പുതുമുഖങ്ങളാണ്. അതിനുശേഷം ഈ മാജിക് മൊമെൻറ്റ്, അതിൽ പിന്നെ നമ്മുടെ സന്തോഷ് കീഴാറ്റൂരും ശിവദാസനും പിന്നെ ഗസ്റ്റ് റോളിൽ ബാല വരുന്നുണ്ട്. അതൊഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും പുതുമുഖങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുതുമുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തത് അതെ രാജീവ് സാറാണ്. അതെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഗംഭീരമായിരുന്നു. തീർച്ചയായിട്ടും. അത് ഇനിയിപ്പം നമുക്ക് കുറച്ച് നടന്നുകൊണ്ട് പറയാം അല്ലേ. ഈ നടന്നുകൊണ്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നല്ല ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു പെരുമ്പറമ്പ് എക്കോ പാർക്ക് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള, വലിയ വെയിലൊന്നും നമുക്ക് അടിക്കാത്ത, നല്ല നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കാണാം, നല്ല ക്ലൈമറ്റ് അല്ലേ. ഈ ഉച്ചയാണെങ്കിലും ഇവിടെ നല്ല തണുപ്പ്. അതെ, തൊട്ടടുത്ത് തന്നെ നല്ല നിറഞ്ഞ നമ്മുടെ പഴശ്ശി ഡാമോട് ചേർന്നിട്ടുള്ള പുഴ, ഇരിട്ടിപ്പുഴ, എല്ലാം ഗംഭീരമാണ്. അതെ. അപ്പോൾ രാജുവേട്ടാ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുതുമകൾക്കൊക്കെ അവസരങ്ങളൊക്കെ കൊടുത്തു. അഭിനയത്തിലൂടെയാണ് നമ്മൾ ഈ കലാരംഗത്തേക്ക് കടന്നു വന്ന നാടകത്തിലൂടെ. നമ്മളിപ്പം ഈ പാർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്കൊരു സിനിമയുടെ ഒരു ലൊക്കേഷനൊക്കെ മാറ്റാൻ തോന്നുന്നുണ്ട് നമ്മുടെ ഈ എക്കോ പാർക്ക്. അല്ല, എക്കോ പാർക്ക് മാത്രമേ എൻ്റെ സിനിമയിൽ വരാതുള്ളൂ. കാരണം ഈ പുഴയുടെ തൊട്ട് അപ്പുറം എടക്കാനം പിന്നെ ഇരിട്ടി ഭാഗങ്ങളിലായിരുന്നു മാക്കോട്ടൻ്റെ ഷൂട്ടുമായിട്ടുള്ള ഒരു ലൊക്കേഷൻ. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇരിട്ടിയുടെ പല ഭാഗങ്ങളിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് മാക്കോട്ടൻ എന്ന സിനിമ. അതുമാത്രമല്ല, പിന്നെ ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ ഞങ്ങൾ മട്ടന്നൂരിനടുത്ത് സെറ്റിടുക ചെയ്തത്. അങ്ങനെ മലബാറിൽ പണ്ട് ഷൂട്ട് നടക്കാതിരുന്ന സമയം, പക്ഷേ ഇന്ന് ഒരുപാട് സിനിമകൾ, എത്ര സിനിമകളാണ്, മുൻനിര നടന്മാരുടെ സിനിമ പോലും ഇന്ന് ഇപ്പോൾ ഇരിട്ടിയുടെ എന്താ പറയുക മനോഹാരിത ഒപ്പിയെടുത്ത ലൊക്കേഷനുകളായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിട്ടിക്കാർ ഈ സിനിമ, ഇരിട്ടി ഇപ്പോൾ സിനിമയുടെ ലൊക്കേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു തുടക്കം കുറിച്ചത് ശരിക്കും അല്ലേ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സിനിമക്ക് മുമ്പേ തന്നെ ഇരിട്ടിയിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിനിമയും ഇരിട്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സേഫ് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതിനുള്ള സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ എറണാകുളം, അതേപോലെ തന്നെ പാലക്കാട്, അങ്ങനെയൊക്കെ പോകുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു എക്സ്പെൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് തീർക്കാനും പറ്റും. ഇപ്പം എൻ്റെ ആദ്യ സിനിമ 1948 കാലം പറഞ്ഞത്, അത് കൂടുതലും നമ്മൾ ചെയ്തത് പാലക്കാട് ഒറ്റപ്പാലം. എന്നാൽ അതിൻ്റെ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ നമ്മൾ വന്നത് ഇരിട്ടിയിൽ നമ്മൾ ഇരിട്ടിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തില്ലങ്കേരി, പിന്നെ മരുതായി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ആദ്യം പാലക്കാട് ഒരു മാസത്തോളം പാലക്കാട് ഷൂട്ട് ചെയ്തെങ്കിലും അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇവിടെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം സിനിമയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ് സാർ? അതിൻ്റെ പേര് ഇപ്പം മാജിക് മൊമെൻ്റ് ആണ് ഇനി ഇറങ്ങാനിരിക്കുന്നത്. അതൊരു
ഒരുപാട് പുതുമുഖങ്ങൾ മെയിൻ വേഷം ചെയ്യുന്ന ഒരു സിനിമയാണ് മാജിക് മൊമെൻറ്റ്. മാജിക് മൊമെൻറ്റ് സിനിമക്കുള്ളിലെ കഥ പറയുന്ന സിനിമയാണ്. നമ്മളൊക്കെ തന്നെയാണ് അതിലെ കഥാപാത്രങ്ങൾ. ജീവിതം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഓരോ സിനിമാക്കാരൻ്റെയും ജീവിതമാണ് ആ സിനിമ. ഇപ്പം ഇനി വരാൻ പോകുന്നത് ഒരു ഹൊററായിട്ടുള്ളൊരു ത്രില്ലർ മൂവിയാണ്. മുത്തു ദി ക്യൂട്ടി പൈ എന്നാണ് ആ സിനിമയുടെ പേര്. പേര് തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. അത് ഒരു സസ്പെൻസ് ഉള്ള ഒരു ത്രില്ലറാണ്. പിന്നെ ഒരു സെമി ഹൊറർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. അത് നമ്മൾ ഷൂട്ട് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്, പിന്നെ ചാലക്കുടി ആ ഭാഗങ്ങളിലാണ്. കുറച്ച് ഭാഗങ്ങൾ ഇരുട്ടിയിലുണ്ട്. മണിച്ചേട്ടൻ്റെ നാട്ടിലാണ് നമ്മുടെ. അതെ 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 അതെ. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയാണ്. 600ഓളം വേദികളിൽ കളിച്ചല്ലോ. അതെ അതെ. അതിൻ്റെ ഒരു അനുഭവം എങ്ങനെ? ഈ നാടകം ഞാൻ 12ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചതെന്ന് പറഞ്ഞല്ലോ. ആ, ഈ 12 വയസ്സ് മുതൽ ഞങ്ങൾ തന്നെ നടുവനാടുള്ള തലച്ചങ്ങാടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങളൊരു 4-5 പേര് എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ നാടകം കളിക്കുക. ഒന്ന് നമ്മുടെ ക്ലബ്ബുകളും വായനശാലകളും ഒക്കെ സജീവമായിരുന്ന ഒരു 90s ഉണ്ടല്ലോ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചത്. പിന്നെ തെരുവ് നാടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ ഏകദേശം 12ഓളം വേദികളിൽ നാടകം കളിച്ചിട്ടുണ്ട്. അങ്ങനെ 12ഓളം വേദികൾ നാടകം കളിക്കും. പിന്നെ അതൊരു എന്താ പറയുക, ഒരു ദിവസം 2 ദിവസമല്ല, ഒരു 10 ദിവസങ്ങൾ കണ്ടിന്യൂ നാടകങ്ങൾ. ആദ്യം കളിച്ച നാടകം ഒരു 15 മിനിറ്റ് ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസങ്ങളും ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും കൂടി ഡെവലപ്പ് ചെയ്ത നാടകം പഠിക്കുകയും നാടകം കളിക്കുകയും ചെയ്യുന്നൊരു അനുഭവം കൂടി വരും. ലാസ്റ്റ് കളിക്കുമ്പോഴത്തേക്ക് ഒരു 40 മിനിറ്റ് 50 മിനിറ്റൊക്കെ ഈ നാടകത്തിനുണ്ടാവും. അത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ആ നാടകം നമ്മൾ അന്നേരം തീരുമാനിക്കുക ചെയ്തത്. ഇന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നാടകം തീരും. ചിലപ്പോൾ അരമണിക്കൂർ കളിക്കണം, ഫുൾ ലെങ്ത് കളിക്കാന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്. ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് ഓഡിയൻസിന്റെ ഒരു പ്രതികരണം നോക്കിയിട്ട് നാടകം കളിക്കും. അതെ അതെ. അപ്പോൾ നാടകത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ട് പോയി. നല്ലൊരു പഞ്ച് ഡയലോഗ് ഉണ്ടാവുമല്ലോ എപ്പോഴും നാടകത്തിൽ. ഉണ്ടാവല്ലേ? അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. അത് നമ്മുടെ പിന്നെ ദൈവത്തോറ്റം എന്നൊരു നാടകമുണ്ട്. അതിൽ രാധാകൃഷ്ണേട്ടൻ എഴുതി സംവിധാനം ചെയ്തൊരു സാധനമുണ്ട്. അതിൽ 2 ഭടന്മാർ മാത്രമേ ഉള്ളൂ. അത് ഞാനും ബാബു കൂടിയാണ് ആ വേഷം ചെയ്തുകൊണ്ടിരുന്നത്. തലച്ചങ്ങാട് ബാബു. പിന്നെ അപ്പം നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ട്. നമ്മൾ 2 പേരും തനിച്ചിരിക്കുന്ന ഒരു 2 ഭടന്മാർ തമ്മിലുണ്ട്. എനിക്ക് ശരിക്കും ഓർമ്മയില്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് സിമ്പിൾ. അതെ, കുറച്ച് ഓർമ്മ തിരിച്ചിട്ട്. അതെ അതെ. അതിൽ മറ്റേ 2 ഭടന്മാർ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, സങ്കടങ്ങൾ പറയുന്ന ഒരു സാധനം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. സ്നേഹവും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന പച്ച മനസ്സിനെ മൂടി വെച്ചുകൊണ്ട് സൈനിക വേഷത്തിൻ്റെ പുറംചട്ട അണിഞ്ഞുകൊണ്ട് കളിക്കുന്ന കോമാളി നാടകം. പത്തായപ്പുരകളിൽ മിച്ചം വരുന്ന നെല്ലും ഗോതമ്പും കടലൊഴുക്കിയിട്ട് നാട്ടിൻപുഴങ്ങളിൽ പട്ടിണി കൊണ്ട് നരങ്ങിക്കുന്ന മനുഷ്യക്കോലങ്ങളുടെ മുഖത്ത് നോക്കി ദേശസ്നേഹം പ്രസംഗിക്കുന്ന മേനികൊഴുത്ത തമ്പുരാക്കന്മാർ വിളമ്പിത്തരുന്ന വലിയ തമാശ ആസ്വദിക്കണം. ഈ ഗതികെട്ട തമാശകളൊക്കെ ആസ്വദിക്കാൻ കഴിയില്ലെങ്കിൽ ജീവിക്കാനുള്ള എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ച് തമ്പുരാൻ്റെ ഉടപാടിന് മുമ്പിൽ കഴുത്ത് നീട്ടി അങ്ങ് നിന്നുകൊടുക്കണം. അതേടാ, എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ നാം കൊന്നൊടുക്കിയ പത്തിണിക്കോലങ്ങൾ, അവരുടെ ഗതികിട്ടാത്ത ആത്മാക്കളുടെ ശാപങ്ങൾ ഓർമ്മയില്ലേ നിനക്ക്? മുക്കുത്തിമലയിലെ മലയത്തി പെണ്ണിനെ ഇളമുറ തമ്പുരാക്കന്മാരുടെ കാമം കൊത്തിവിളിക്കുന്നത് കണ്ടപ്പോ എതിർവാക്ക് ചൊന്ന മാരനെ, ഇളമര തമ്പുരാന്റെ മുഖത്ത് നോക്കി വിളഞ്ഞ നെഞ്ചും ചുവന്ന കണ്ണുമായി പുഞ്ചപ്പാടത്തൂടെ നടന്നുപോയ മാരൻ എന്ന പുലയ ചെറുക്കനെ ഇതിനൊക്കെ മുമ്പിൽ നമുക്ക് ജീവിച്ചില്ലെന്നാണ് വിചാരിച്ചേക്കാമടാ എന്ന് തുടങ്ങുന്ന കുറച്ച് സാധനങ്ങൾ. അടിപൊളി. എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു ചെറിയൊരു വാക്കാ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നാലും ഗംഭീരായി. ഇരിപ്പിടത്ത് ഇങ്ങോട്ടേക്ക് മാറി. എങ്ങനെയുണ്ട് ഇവിടെ? ഇതൊക്കെ എങ്ങനെയുണ്ട് കാണുമ്പോൾ? ഭയങ്കര ലൊക്കേഷൻ, അടിപൊളി ലൊക്കേഷൻ. പിന്നെ അപ്പോൾ നമ്മളെ അടുത്ത ഇരിട്ടിയിലെ ഫസ്റ്റ് ഈ എക്കോ പാർക്ക് രാജീവേട്ടൻ്റെ സിനിമയിലായിരിക്കും.
ഇത് പ്രതീക്ഷിക്കാം അല്ലേ? അതൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കല. എന്തായാലും നമ്മുടെ ഇരിട്ടിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ ഈ ഇരിട്ടി എക്കോ പാർക്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല നമ്മൾ പറയണ്ടേ? അതിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നാടകത്തെക്കുറിച്ച് പറഞ്ഞു, സിനിമയെക്കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ സിനിമയുടെ ഡയലോഗ് പറഞ്ഞു. എങ്ങനെ നമ്മുടെ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കുടുംബത്തിന്റെ സപ്പോർട്ടും കുടുംബമൊക്കെ എങ്ങനെ ലൈഫ്? കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കുടുംബം എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ വേറെ മറ്റൊന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കണ്ണൂർ സംഗമുദ്രയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കല്യാണ പന്തലിലേക്ക് പോകുന്നത് സ്റ്റേജിൽ നിന്നാണ്. അതെ അതെ, അത് ഭയങ്കര രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിച്ച് 2 ദിവസം മാത്രമേ ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് നാടകത്തിലേക്ക് പോകേണ്ടി വന്നു. അതായത് കോഴിക്കോട് ഭാഗത്തായിരുന്നു നാടകം. അങ്ങനെ 2-3 ദിവസത്തെ നാടകം കഴിഞ്ഞിട്ട് അത് പിന്നെയും വീട്ടിൽ. അപ്പം നമ്മളെ മനസ്സിലാക്കാൻ ആദ്യം തന്നെ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതെ അതെ, അതാണ് ഈ കലയിൽ ഇത്രയും കലാരംഗത്ത് ഇത്രയും കാലത്തെ ആ സപ്പോർട്ട് ഇത്രയും ഉയർന്നു വരാനുള്ള. അതെ അതെ, വൈഫ് ഇപ്പോൾ സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറി ഇപ്പം അംഗൻവാടിയിലേക്ക് മാറിയിട്ടുണ്ട്. അംഗൻവാടി വർക്ക് ചെയ്യുന്നു. പേര് വൈഫിൻ്റെ പേര് സജിത. നല്ലൂർ അംഗൻവാടിയിലെ ടീച്ചറാണ്. പിന്നെ മകള് 2 പെൺകുട്ടികളാണ്. മൂത്തയാള് അക്ഷയ, ആളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് ചന്ദന, ഇപ്പോൾ MG കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഡിഗ്രി. അതെ അതെ, ഇരിട്ടി MG കോളേജ്. അപ്പോൾ ഇതാണ് ഫാമിലി. ഫാമിലിയുടെ സപ്പോർട്ട് ഇതാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മളൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും അധ്യാപകരൊക്കെ ചോദിക്കും ഭാവിയിൽ എന്താണെന്ന്. അതെ, അതേപോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് അത് നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് അന്നത്തെ കാലത്തെ ഒരു ചിരി വരുന്ന ഒരു ഓർമ്മയുണ്ടായി. അതായത് ഞാൻ 4ാം ക്ലാസ് പഠിച്ചിട്ട്, 4ാം ക്ലാസ് നടുവനാട് സ്കൂളിലാണ് പഠിച്ചത്. നടുവനാട് സ്കൂളിൽ നിന്ന് പിന്നെ 5ാം ക്ലാസ്സിലേക്ക് എല്ലാവരും മാറിപ്പോവല്ലേ. അപ്പോൾ മാറിപ്പോകുന്ന സമയത്ത് നമ്മുടെ ബാലകൃഷ്ണൻ മാഷായിരുന്നു പഠിപ്പിച്ചത്. അപ്പം ബാലകൃഷ്ണൻ മാഷ് നമ്മളെല്ലാവരും നിർദ്ദേശിച്ചു, നമ്മളെല്ലാവരും പിരിയാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും നല്ല ഓരോ പൊസിഷനിൽ എത്തിച്ചേരണം. അപ്പോൾ നിങ്ങൾ എന്തായി തീരും എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാഷ് ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾക്ക് ആരാവണം? അപ്പോൾ എൻ്റെ കൂടെയുള്ള പല ആൾക്കാരും പോലീസാവണം, മാഷാവണം, ടീച്ചറാവണം, ഡോക്ടറാവണം, ഡ്രൈവറാവണം, കണ്ടക്ടറാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോടും ചോദ്യം വരുമല്ലോ. അപ്പം ഞാൻ മാഷെ നോക്കിയിട്ട് നിന്നു കുറേ നേരം. പിന്നെ എല്ലാ കുട്ടികളും നോക്കി. ഞാൻ സത്യത്തിൽ എന്താവണം എന്ന് പറഞ്ഞില്ല. കാരണം ഞാൻ അന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം ചിരിക്കും, കുറേ കാലത്തേക്ക് ചിരിക്കും. കാരണം ഞാനന്ന് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ സിനിമയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്ന സമയമാണ്. 10 വയസ്സേ ഉണ്ടെങ്കിലും. അപ്പോൾ ഞാൻ സിനിമാക്കാരനാവണം എന്ന് ആഗ്രഹം അത് ഞാൻ അവിടെ വെച്ചിട്ട് നമ്മൾ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും ചിരിക്കും. ഇല്ല, അപ്പം ഇതുവരെ പറഞ്ഞിട്ടില്ല ആ കാര്യം. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ചെറുപ്പം മുതൽ സിനിമയിലെത്തിപ്പെടുക എന്നത് മാത്രമായിരുന്നു സിനിമയിൽ എന്തെങ്കിലും അതെ ഭാഗത്ത് ഞാൻ ഉണ്ടാവണം. അതെ അതെ. ഇപ്പം ഏകദേശം 10-35 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതെ അതെ. കുടുംബത്തിൽ ഒരാൾ പോലും കലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സിനിമയിൽ സംവിധായകൻ എന്നൊരു പോസ്റ്റ് ഉണ്ട് എന്ന് എൻ്റെ അച്ഛനും അമ്മക്കും ഒന്നും അറിയില്ലായിരുന്നു. അവർ കർഷക തൊഴിലാളികൾ, അങ്ങനെ സമൂഹത്തിലെ വലിയ മാറ്റങ്ങളൊന്നും അത്രയേറെ അറിയാത്ത നാട്ടും പുറത്തുകാരായ 2 ആൾ. അവർ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമയിലേക്ക് കലാരംഗത്തേക്ക് എത്തിപ്പെട്ടത്. പിന്നെ നാട്ടിൽ നടുവനാടായാലും തലച്ചങ്ങാടായാലും കലയെ സപ്പോർട്ട് ചെയ്യുന്നതിലുണ്ടായ വലിയ എന്താ പറയുക പിന്തുണ, ആ ഒരു പിന്തുണയുടെ ബലത്തിലാണ് നമുക്ക് ഇന്നിങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത്. അതാണ് ഓരോ നാടിൻ്റെയും കൂട്ടായ്മയാണ് അവിടുത്തെ നാടക ക്യാമ്പുകൾ, തീർച്ചയായിട്ടും പൊതു വായനശാലകൾ, അങ്ങനെ ഉണ്ടാകുന്ന കൂട്ടായ്മകളാണ് അന്നത്തെ ആ ഒരു സോഷ്യൽ മീഡിയയുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് അതുകൂടി ഞാൻ രാജുവിനോട് ചോദിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയാണ് വിരൽത്തുമ്പിലാണ് എല്ലാം, സിനിമയാണേലും റീൽസ്. തീർച്ചയായിട്ടും. അപ്പൊ അതിനെ കുറിച്ച് രാജുവേട്ടന് എന്താണ് തോന്നുന്നത്? അന്നത്തെ ഒരു കാലഘട്ടവും നമ്മുടെ ആരംഭത്തിലെ കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു അല്ല, ഇന്നിപ്പോ നിങ്ങളുടെ കയ്യിൽ
ഒരു ടാലൻ്റ് ആയിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊരു കഴിവുണ്ടെങ്കിൽ, അത് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിനെ അറിയിക്കാനുള്ള അനന്ത സാധ്യതയുണ്ട് ഏതൊരാൾക്കും. അതായത് നിങ്ങൾക്ക് സംസാരിക്കാനാണോ കഴിവ്, നിങ്ങൾക്ക് പാടാനാണോ കഴിവ്, നിങ്ങൾക്ക് ചിത്രം വരക്കാനാണോ, നിങ്ങൾക്ക് ഓടാനാണോ, എന്ത് കഴിവുകളും നിങ്ങൾ ചെയ്യുന്ന അതേ സമയത്ത് ലോകത്തെ അറിയിക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് പിറകിൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മളുടെ കഴിവ്, ഒരു പാടാനാണെങ്കിലോ അഭിനയിക്കാനാണെങ്കിലോ ഉള്ള കഴിവ്, ഒരു സ്റ്റേജ് കെട്ടിത്തരാൻ ഒരു ജനങ്ങൾ ഉണ്ടാവണം, ഒരു ജനക്കൂട്ടം ഉണ്ടാവണം. ആ ജനക്കൂട്ടം സ്റ്റേജ് കെട്ടിയാൽ മാത്രം പോരാ, ഇവർ നമ്മുടെ പരിപാടി കാണാൻ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം, പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക്. അപ്പം അങ്ങനെ ഉള്ള ഒരു സമൂഹം ഉള്ളത് കൊണ്ടാണ് എനിക്കൊക്കെ കലാകാരൻ ആവാൻ കഴിഞ്ഞത്. ഇന്നത് വേണ്ട. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് വേണ്ടവർക്കെടുക്കാം, വേണ്ടാത്തവർക്ക് കാണാതിരിക്കാം. അതാണ് മാറ്റം. അതെ അതെ, ആ മാറ്റം കലാരംഗത്തും വന്നു, ഉണ്ട്. എല്ലാ രംഗത്തും ആ മാറ്റം വന്നു. നല്ലതായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, മോശമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇനിയുള്ള പുതിയ പ്രൊജക്റ്റുകൾ, ഒന്നിൻ്റെ കാര്യം പറഞ്ഞു, വേറെ എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? പിന്നെ സിനിമ എന്ന് പറയാം, സിനിമയിൽ ഒരിക്കലും ആഗ്രഹം തീരില്ലല്ലോ. അതിനേക്കാൾ ഞാനിപ്പം കഴിഞ്ഞ വർഷം ഞാനൊരു ഭോപ്പാൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു സിനിമേൻ്റെ യാത്രയാണ്. ആ ഒരു യാത്ര ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ, അങ്ങനെ ഒരു പ്രതീക്ഷയുള്ള ഒരു സാധനം. ഇതൊന്നും മറ്റുള്ള സിനിമകൾ പ്രതീക്ഷ ഇല്ല എന്നല്ല, അതിനേക്കാൾ അപ്പുറം വലിയൊരു സിനിമയുടെ വലിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞത്. അതെ അതെ അതെ, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഈ മാജിക് മൊമെൻറ്റും, അതോടൊപ്പം ഈ പിന്നെ മുത്തു ദി ക്യൂട്ടി പൈ, ഇതൊക്കെ മറ്റ് സാധാരണ സിനിമകളിൽ നിന്നും എല്ലാവരും പറയുന്നത് പോലെ വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. മറ്റുള്ള പിന്നെ സിനിമകൾ ഞാൻ എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് സിനിമ ഉണ്ടാക്കുന്ന ഒരാളാണ്. ലൈഫ്, അതെ അതെ, ജീവിതങ്ങൾ കണ്ടറിഞ്ഞിട്ട് സിനിമ ഇത് നിങ്ങൾ അറിയാൻ പറ്റും. തിരക്കഥ എല്ലാം അല്ല, കഥകൾ മാത്രമാണ്. ഇപ്പം മാജിക് മൊമെൻറ്റിൻ്റെ കഥ മാത്രമാണ് ഞാനിത്. ഈ അടുത്ത മുത്തുതി ക്യൂട്ടിപ്പൈൻ്റെ കഥ ഞാനല്ല, കഥയും തിരക്കഥയെല്ലാം വേറെ ആളാണ്. പക്ഷേ ഞാൻ മറ്റ് ഒരു സിനിമയുടെ കഥ എൻ്റെ കഥയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള കുറച്ച് സംഭവങ്ങൾ ഇതോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ടാണ് ഇതിനൊക്കെ വിജയിക്കാനും വിജയിപ്പിക്കാനുള്ള ആ സപ്പോർട്ടാണ്. അതെ, ആ സപ്പോർട്ട് ഇനിയും നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ടീം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു പാട്ടൊക്കെ പാടുന്ന ആളാന്നൊക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ രാജീവേട്ടൻ നമ്മുടെ നാടകത്തിലൂടെ, അഭിനയ രംഗത്തിലൂടെയൊക്കെ വന്ന് നമ്മുടെ കണ്ണൂരിന് അഭിമാനം, കേരളത്തിന് അഭിമാനം, അങ്ങനെ മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ നമ്മുടെ രാജീവേട്ടനാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചത്. ചെറിയ കൊച്ചു വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഇരിട്ടി എക്കോ പാർക്കിൽ നിന്ന് പങ്കുവെച്ചത്. അപ്പോൾ രാജീവേട്ടൻ്റെ ഈ ഒരു കലാരംഗത്തുള്ള യാത്രയിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്, നാട്ടുകാരുടെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ, ജനങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകൾ രാജീവേട്ടൻ്റെ മനസ്സിൽ നിന്ന് നല്ല കഥയിലൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു നടനായും സംവിധായകനായും ഒക്കെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.